ഇന്നത്തെ മാർക്കറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കണമെന്നാണ് നമ്മൾ ഈ ഇതിനെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോൾഡിംഗ് ലെവൽ എന്ന് പറയുന്നത് ഈ പിവോട്ട് ലെവലായിരുന്നു. പിവോട്ട് ലെവൽ എത്രയാണ്? 22,074 ആ ലെവലിലായിരുന്നു മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. എന്നിട്ടാണെങ്കിൽ എക്സാക്ട്ലി മുകളിലേക്ക് പോവുകയുണ്ടായിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി മാർക്കറ്റിന് ഇന്നത്തെ ദിവസം മാർക്കറ്റ് റിയലി വീക്കാണെങ്കിൽ ഈ പിവോട്ട് ലെവൽ ബ്രേക്ക് ചെയ്യണം, താഴോട്ട് ബ്രേക്ക് ചെയ്യുക വേണ്ടത്. ആൻഡ് എസെൻഷ്യലി ഇറ്റ് ഷുഡ് നോട്ട് ക്ലോസ് അബോവ് 22,170. 170 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാനും പാടില്ല. അത് ഡെയിലി ക്ലോസിങ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷേ ഡെയിലി ക്ലോസിങ് അതിന് മുകളിൽ ഉണ്ടാവാതിരിക്കുന്നത് നല്ലത്. പക്ഷേ ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന ഏരിയ 22,324 ആണ്. ഓക്കെ, അപ്പോൾ 22,324 മുകളിൽ മാർക്കറ്റ് പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ആർലി ക്ലോസിംഗ് എങ്കിലും കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് സ്ട്രോങ് ആവുള്ളൂ. 22,324. അപ്പോൾ അതിന് മുകളിൽ ആർലി ക്ലോസിംഗ് കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് അല്ല എന്നർത്ഥം. ആസ് ലോങ് ആസ് മാർക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് എബോവ് ഓർ ഷോയിങ് സ്ട്രെങ്ത് എബോവ് 22,324, ഇറ്റ് ഈസ് എ വീക്ക് മാർക്കറ്റ്. അങ്ങനെയാണ് എങ്കിൽ ഈ 074 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യും, 21,900 എന്ന് പറയുന്ന ലെവലിലേക്ക് താഴോട്ട് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കാണാൻ. ബാക്കിയുള്ളത് ഇൻട്രാഡേ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ കീ ലെവൽ എന്ന് പറയുന്നത് അഗെയിൻ കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ട് തന്നെയാണ് 22,074. അതായത് പിവോട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡിലേക്ക് വരും. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 22,170 മുകളിൽ ഇന്ന് ഡെയിലി ക്ലോസിങ് കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. ബട്ട് ഈവൻ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഡെയിലി ക്ലോസ് ഓൾസോ, നമ്മളല്ലെങ്കിൽ മാർക്കറ്റിന് ട്രെൻഡ് റിവേഴ്സലായി എന്ന്, അതായത് മുകളിലേക്കായി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന ലെവല് 22,324 ആണ്. ആസ് ലോങ് ആസ് ദർ ഈസ് നോ ക്ലോസ് അബൌട്ട് 22,324, സ്റ്റേ നെഗറ്റീവ് ഇൻ ദ മാർക്കറ്റ്. അതാണ്